രക്ഷകന്റെ ഗീതം ഇന്ന്. കർണാടക മൈ ചർച്ചിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രക്ഷകന്റെ ഗീതം പരിപാടി ഇന്ന് ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ഞായറാഴ്ചയാണ്. നിരവധി പേരാണ് മലയാളികളായി ബംഗളൂരുവിൽ താമസിക്കുന്നത്. അവർക്കെല്ലാവർക്കും തന്നെ ഇന്നത്തെ ഒരു സായാഹ്നം വളരെ ശുഭോദർക്കമായി തീരാൻ തക്ക വിധത്തിലുള്ള ഒരു പരിപാടിയാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രസിദ്ധ പിന്നണി ഗായകനായിട്ടുള്ള മാർക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടി അരങ്ങേറും. ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും അവിടേക്ക് സ്വാഗതം. കാരണം സൗജന്യ പാസ്സാണ്. അത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കൃത്യം 5:30 തന്നെ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കോസിൻ്റെയും സംഘത്തിൻ്റെയും അതിമനോഹരമായ ഈ ഒരു ഗാനസന്ധ്യ ആസ്വദിക്കാം. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. ഫോൺ നമ്പർ അടക്കം ഞങ്ങൾ നൽകുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സൗജന്യ പാസുകളും ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കേട്ടുമത് വരാത്ത ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷകന്റെ ഗീതം സംഗീത പരിപാടി ഇന്ന് ബാംഗ്ലൂരുവിൽ 6 മണിക്ക് അരങ്ങേറും. ഹെന്നൂർ മെയിൻ റോഡിലെ ഇന്ത്യ ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് ഓഡിറ്റോറിയത്തിലാണ് പ്രത്യാശ സംഗീത സംഗമം നടക്കുന്നത്. തലമുറകൾ പാടിപ്പതിഞ്ഞ 35ഓളം ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ പ്രശസ്ത പിന്നണി ഗായകൻ KG മാർക്കോസിന്റെ നേതൃത്വത്തിൽ പ്രമുഖ ഗായകർ ആലപിക്കുന്നതാണ്. വിവിധ സഭകളിലെ വിശ്വാസികളുടെ കൂട്ടായ്മയായ മൈ ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. സംഗീത സംഘം നടക്കുന്ന ഇന്ത്യ ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് ഓഡിറ്റോറിയത്തിന്റെ വിപുലമായ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ തൊട്ടടുത്തുള്ള ജ്യോതി സ്കൂളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടും സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യം എത്തുന്നവർക്ക് ആദ്യം എന്ന ക്രമത്തിലാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതിനാൽ വൈകിട്ട് 5:30 തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും സൗകര്യപ്രദം. 2.5 മണിക്കൂർ ദൈർഘ്യമാണ് രക്ഷകന്റെ ഗീതം ഉള്ളത്. ആ സംഗീത പരിപാടിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. KG മാർക്കോസിന് പുറമെ ക്രൈസ്തവ ഭക്തിഗാന ആൽബങ്ങളിലൂടെ പ്രശസ്തരായിട്ടുള്ള മെറിൻ ഗ്രിഗറി, ശ്രേയ അന്ന ജോസഫ് എന്നീ യുവഗായകരും നിത്യഹരിത ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. പരിപാടി മൈ ചർച്ച് സ്ഥാപകൻ AV തോമസ് ഉദ്ഘാടനം ചെയ്യും. രക്ഷകന്റെ ഗീതത്തിന്റെ മുഖ്യ സംഘാടകനായ സുനിൽ മാത്യുവാണ് സ്വാഗതം പറയുന്നത്. മൈ ചർച്ചിന്റെ കർണാടക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് സംഗീത സംഗമം സംഘടിപ്പിക്കുന്നത്. പ്രവേശനത്തിനുള്ള സൗജന്യ പാസുകൾ ഇനിയും ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സംഘാടകരുമായി ബന്ധപ്പെട്ട് പാസ് ഉറപ്പിക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂരിലെ മലയാളികൾക്ക് ഇന്നത്തെ വൈകുന്നേരം വലിയ ഒരു സംഗീത വിരുന്ന് ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഈ സൗകര്യം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. സൗജന്യ പാസിനായിട്ട് വിളിക്കേണ്ടുന്ന നമ്പർ 9746466440. ഇതാണ് ആദ്യത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 9746114444. ഈ 2 നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ പാസുകൾ ലഭിക്കുന്നതാണ്. ആ സൗജന്യ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരേണ്ടത്. എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ. സാധാരണ ബാംഗ്ലൂരിനെ സംബന്ധിച്ചറിയാമല്ലോ, പാർക്കിംഗ് ആണ് ഒരു വലിയൊരു പ്രശ്നം. ഇവിടെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലെ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് ബാംഗ്ലൂരിലെ മലയാളികൾ, ഈ വാർത്ത ശ്രദ്ധിക്കുന്ന മലയാളികൾ എല്ലാവരും തന്നെ ഇന്ന് കൃത്യം 5:30 തന്നെ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.